നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നു. നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കിച്ചുവും രേണു സുധിയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പങ്കുവച്ച് പരസ്പരം കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. തന്റെ അമ്മമാരിൽ നിന്നും തനിക്ക് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ഈ പറയുന്ന രേണു സുധി പോലും കള്ളനാടകമാണ് കാണിക്കുന്നത് എന്ന രീതിയിലായിരുന്നു കിച്ചുവിന്റെ വെളിപ്പെടുത്തൽ. എന്തിന് താനും അച്ഛനുമായി കൂടുതൽ അടുക്കുന്നതോ അച്ഛന്റെ ഒപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതോ പോലും രേണുവിന് ഇഷ്ടമായിരുന്നില്ലെന്നും കിച്ചു പറയുകയുണ്ടായിരുന്നു. കിച്ചു തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി രേണുവിനെതിരെ പൂരത്തെറികളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ഇതോടെ തന്റെ ഇമേജ് നഷ്ടമായി എന്ന് പറഞ്ഞ് രേണു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇല്ലാതാക്കുകയാണെന്നും ഈ ഒരു അവസ്ഥയാണ് തുടർന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്ന രീതിയിലായിരുന്നു രേണു സംസാരിച്ചത്. മാത്രമല്ല സുധിചേട്ടൻ മരിച്ചു എന്നറിഞ്ഞതിന് ശേഷവും ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു രണ്ടാമത് വീണ്ടും വീഡിയോയുമായി എത്തിയത്. ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ സഹിക്കാനാവാതെ കമന്റ് പോലും ഓഫ് ചെയ്തിട്ടാണ് രേണു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഈ കരഞ്ഞു മെഴുകിക്കൊണ്ട് വീഡിയോ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ, അതായത് 1 മണിക്കൂർ പോലും തികയാതെ രേണു മറ്റൊരു വീഡിയോയുമായി എത്തി. ഒരു കിടിലൻ ഡാൻസ് വീഡിയോയും പങ്കുവെച്ചുകൊണ്ടായിരുന്നു രേണു എത്തിയത്. പറയുന്നവർ പലതും പറയട്ടെ, എന്നാൽ 10 പേര് മതി എന്നെ ആശ്വസിപ്പിക്കാൻ, ഞാനിപ്പോൾ ഫുൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു പുതിയ വീഡിയോ പങ്കുവച്ചത്. ഒരു വ്യക്തിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്രയും സന്തോഷിക്കാൻ കഴിയുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ഒരു ദുഃഖം വന്നാൽ അതിനെയും ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല, പക്ഷേ 1 മണിക്കൂർ പോലും തികയും മുമ്പ് ഇങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ രേണുവിന് അപാര തൊലിക്കട്ടി എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ രേണുവിനെതിരെ ഉയരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.